ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റാണ് ഇംഗ്ലീഷിൻ്റെ ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഈ പാഠവുമായി ബന്ധപ്പെട്ട് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, റീഡിങ് ആൻഡ് കോൺവെർസേഷൻ സ്റ്റോറികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഉണ്ട്, ആ ചാനലിലെ വീഡിയോകളൊക്കെ നോക്കി നിങ്ങൾക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ വില്ലേജ് ഓഫ് ബേർഡ്സിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 മുതൽ 21 വരെയുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആക്ടിവിറ്റി 1 ആണ്. ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? കളർ ദ പൂക്കളം ഗിവൺ ബിലോ. അപ്പോൾ ഒരു പൂക്കളം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 കളറേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കളർ കൊടുത്ത് ഇതിനെ നല്ല മനോഹരമായൊരു പൂക്കളമാക്കി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന ചെറിയ രീതിയിൽ 2 കളറെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്കിയുള്ള ഡിസൈൻ നിങ്ങളുടേതായ രീതിയിൽ ഒരു ഡിസൈനൊക്കെ ചെയ്ത് നമുക്ക് മനോഹരമായൊരു പൂക്കളമാക്കാം. ഓക്കെ, ഈ സെക്കൻഡ് ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 2 എന്നാണ് വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഫെസ്റ്റിവൽ ബിലോ ഈച്ച് പിക്ചർ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പലതരം ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 4 പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത താഴെയായിട്ട് 4 അതിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൃത്യം നമ്മൾ ഫെസ്റ്റിവലിൻ്റെ പേരുകൾ കൃത്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്, സ്റ്റാർസ് ഒക്കെ ആയിട്ടല്ലേ, സ്റ്റാർസ് ഒക്കെ തൂക്കുന്നപ്പോഴാണ് ക്രിസ്മസിനാണ്. സെക്കൻഡ് പിക്ചർ എന്താണ്, 2 പേര് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, 2 കുട്ടികൾ, അത് ഈദ് ആഘോഷമാണ് അല്ലേ. അടുത്തത് എന്താണ്, പൂക്കളം ഇടുന്നത് ഏതാഘോഷമാണ്, ഓണത്തിന് അല്ലേ, ഓണം. പിന്നെ പടക്കങ്ങളും ദീപങ്ങളൊക്കെ പടക്കങ്ങൾ പൊട്ടിക്കുന്നതും അല്ലെങ്കിൽ ദീപങ്ങൾ കൊളുത്തുന്നതൊക്കെ ഏതാഘോഷവുമായി ബന്ധപ്പെട്ടാണ്, ദീപാവലിയാണ്. അപ്പം 4 ആഘോഷങ്ങൾ, എല്ലാവർക്കും ഈ ആഘോഷങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ഇനി ഓണമൊക്കെ വരാൻ പോവാണ് അല്ലേ, ഓണാഘോഷങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പം നമുക്ക് ഈ ആഘോഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 2. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ആക്ടിവിറ്റി നമുക്ക് എന്താണ് പറയേണ്ടത്, ദ റീഡ് ദ സ്റ്റോറി. Dimple and Twinkle are twins. They live Haridagiri village. Every year there is a festival in their village. Trees bloom during the festival season. The people of Haridagiri decorate their houses during the festival. The festival season arrived. Dimple and Twinkle started decorating their house. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു പാസേജ് വായിക്കാനാണ് ആക്ടിവിറ്റി പറഞ്ഞേക്കുന്നത്. റീഡ് ദ സ്റ്റോറി. ഈ സ്റ്റോറി വായിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തതായി ആക്ടിവിറ്റി 4 ആണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 4. Twinkle and Dimple are decorating their house for the festival. Help them decorate their house. You can use the decoratives shown below. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡെക്കറേറ്റീവ് ബൾബുകളും ഫ്ലവേഴ്സും ബലൂണൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീടുകളുടെ സൈഡിലത് തൂക്കി കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാം എന്നാണ്. അപ്പം ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൈഡിൽ നിങ്ങളുടെ വീടിൻ്റെ ഓരോ സൈഡിൽ ബൾബുകളൊക്കെ കൊടുത്ത് പൂക്കളൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ പൂക്കളൊക്കെ വെച്ച് ബലൂണൊക്കെ തൂക്കി നിങ്ങൾക്ക് മനോഹരമായിട്ട് നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു കളറൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കുക. അതുപോലെ തൊട്ട് താഴെ അടുത്തൊരു വീടും കൂടെ ഉണ്ട്. ആരുടെ വീടാണ്, ഇത് നമ്മുടെ മിത്രയുടെ വീട്, അല്ല സോറി ഡിംപിളിൻ്റെ വീടായിരിക്കും അല്ലേ. ഒന്ന് ടിങ്കിളിൻ്റെ ഡിംപിളിൻ്റെ വീടാണ്. ഓക്കെ, നമുക്കിപ്പം ഇത് നോക്കാം അല്ലേ. എല്ലാവരും ഈ പിക്ചറിലെ കാണുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ച് തോരണങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ വീടും ഇതുപോലെ തന്നെ കളർ ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 വീടുണ്ട്, 2 വീടിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. Twinkle and Dimple decided to invite their friend Neela for the festival. They called Neela on phone. Complete their conversation. ഓക്കെ, ഇതൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവരുടെ നില എന്ന ഫ്രണ്ടിനെ വിളിക്കുന്നതായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അല്ലേ. Twinkle, hello Neela, we are waiting to you to the festival. Will you come? Neela, yes, I will come. Dimple, how will you come? നില, ഐ വിൽ കം ബൈ ബസ്. ഓക്കെ, നില അവൾ ബസ്സിന് വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ രീതിയിൽ അത് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി എന്താണ്, ആക്ടിവിറ്റി 6 ആണ്. ഹൗ ഈസ് യുവർ വില്ലേജ് ടൗൺ? ഡ്രോ, കളർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ വില്ലേജിൻ്റെ, നിങ്ങളുടെ നാട്ടിൻ്റെ ഒരു പടം വരയ്ക്കുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലത്തിൻ്റെ പടം വരച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ചിത്രം വരച്ചിട്ടില്ല, പക്ഷേ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ നാട്ടിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. മൈ വില്ലേജ് ഈസ് എ ക്വയറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസ് വിത്ത് ഗ്രീൻ ഫീൽഡ്സ്, tall coconut trees
and little houses with red roof. People are friendly and help each other. Children play in the open fields, and you can often see cows, goats, and ducks around. The village is peaceful with rivers and canals flowing gently, making it feel like nature's പ്ലേഗ്രൗണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ നാട്ടിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെക്കുറിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ ദ വില്ലേജസ് ഡു നോട്ട് ബ്ലോ the horn of vehicles. One day, a man on a motorbike came there. Complete the conversation between the man and the children. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പം ഈ ഒരു വില്ലേജ് നടക്കുന്ന സമയത്ത് അവിടെ ആളുകൾ വണ്ടിയിൽ ഹോൺ അടിക്കും, അങ്ങനെ അറിയാലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, സ്റ്റോറി പഠിച്ചിട്ടുണ്ട്. ആളുകൾ അങ്ങനെ ഹോണൊന്നും അടിക്കില്ല, വളരെ വളരെ സൗണ്ടൊന്നും ഇല്ലാതെ സൗണ്ട് പൊല്യൂഷനൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവരുടെ നാട്ടിൽ അവർ ആഘോഷിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് പുറമേ നിന്നൊരാൾ വന്നു, അവർക്ക് ആ നാടിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ കുട്ടികളാണ് ഇവരോട് പറയുന്നത്. അപ്പം കുട്ടികൾ പറയുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്, എന്താണ്, സാർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. അപ്പോൾ എന്തായിരിക്കും തിരിച്ച് അദ്ദേഹം പറയുക? ബുള്ളറ്റിൽ ആ വണ്ടിയിൽ വന്ന ബൈക്കിൽ വന്ന ആൾ എന്തായിരിക്കും പറയുക? വൈ ഷുഡിൻറ്റ് ഐ ബ്ലോ ദ ഹോൺ? ഞാൻ എന്തിനാണ് അടിക്കാതിരിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഹോൺ അടിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ, വി ഡോണ്ട് ബ്ലോ ഹോൺസ് ഡ്യൂറിങ് ഫെസ്റ്റിവൽ ഹിയർ. ഓക്കെ, അദ്ദേഹം എന്ന് പറയുന്നു, ഓ ഐ എം സോറി. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേണേൽ എഴുതാം. വി ഡോണ്ട് മേക്ക് നോയ്സ് ഓർ അനദർ തിങ്സ്. ഓക്കെ, നമ്മൾ വി ഡോണ്ട് മേക്ക് എനി നോയ്സ് ഇൻ ദ ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നമ്മൾ സെൻറ്റൻസ് മാറ്റി എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 8 ആണ്. ആക്ടിവിറ്റി 8 നോക്കിയേ. വി മേക്ക് ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റ് us മേക്ക് എ പേപ്പർ ലാൻറ്റേൺ. അപ്പോൾ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 അങ്ങനെ ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സ്റ്റെപ്പ് 1, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ, കട്ട് എ സ്ട്രിപ്പ് ഫ്രം ഇറ്റ്. സെക്കൻഡ്, ഫോൾഡ് ദ പേപ്പർ ഫ്രം ദ മിഡിൽ. തേർഡ്, ഡ്രോ എ ലൈൻ ഓൺ ദ സൈഡ്. ഫോർത്ത്, കട്ട് ദ പേപ്പർ ഇൻറ്റു സ്മോൾ സ്ട്രിപ്സ്. ഫിഫ്ത്ത്, സ്റ്റെപ്പ് 5, ഓപ്പൺ ദ പേപ്പർ, ജോയിൻ ദ എഡ്ജസ്. 6, ഫിക്സ് എ ഹാൻഡിൽ ഓൺ ടോപ്പ്. നൗ ദ ലാൻറ്റേൺ ഈസ് റെഡി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ഡെക്കറേറ്റീവ് ഐറ്റം നമ്മൾ കണ്ടു. അപ്പം അതുപോലെ തന്നെയുള്ള നമുക്ക് ഒരു ഐറ്റം കൂടെ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്നത്. ക്യാൻ യു മേക്ക് എ ക്രൗൺ യൂസ് ബേസ്ഡ് ഓൺ ദ പിക്ചർ ഗിവൺ ബിലോ. റൈറ്റ് ദ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ അണ്ടർ ഈച്ച് പിക്ചർ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു 6 ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങളോട് ഒരു ക്രൗൺ ഉണ്ടാക്കുന്ന പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ നിങ്ങളോട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? കൃത്യമായ അതിൻ്റെ അടിയിൽ നമുക്ക് എഴുതാം അല്ലേ. കട്ട് എ പേപ്പർ പ്ലേറ്റ് ഇൻ ഹാഫ് ആൻഡ് ട്രിം ദ എഡ്ജസ് ടു ഫോം ദ ബേസ് ഓഫ് ദ ക്രൗൺ. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എങ്ങനെയായിരിക്കും വരിക? ഓക്കെ, ഡെക്കറേറ്റ് ദ പേപ്പർ പ്ലേറ്റ് ഹാഫ് ഫോർ എക്സാമ്പിൾ by painting it blue and adding white stars to resemble the patriotic theme. അപ്പോൾ ഒരു തീമിൽ നമ്മളത് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കട്ട് ഔട്ട് സെവറൽ triangular shapes from white and red papers to represent spikes or embellishments for the crown. Okay, fourth one എന്താണ്? glue the cut out triangular shape onto the decorative paper plate base alternating colors. ഓക്കെ, നമ്മളപ്പോൾ അതവിടെ ആ സംഭവം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രയാങ്കിൾ ഷേപ്പ് ആയിട്ടുള്ള സംഭവം നമ്മളവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അറ്റാച്ച് എ സ്ട്രിപ്പ് ഓർ എലാസ്റ്റിക് ബാൻഡ് ടു ബോത്ത് എൻഡ്സ് ഓഫ് ദ ക്രൗൺ ബേസ് ടു സെക്യൂർ ഇറ്റ് അറൗണ്ട് ദ ഹെഡ്. പ്ലേസ് ദ കംപ്ലീറ്റഡ് ക്രൗൺ ഓൺ എ ചൈൽഡ് ഹെഡ്. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? നമ്മൾ ആക്ടിവിറ്റി 9 ആണ്. അപ്പോൾ നമുക്കറിയാം, ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ബിലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ച് ബേർഡ്സിൻ്റെ ചിത്രങ്ങളോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളോട് അതിൻ്റെ പേരുകൾ കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കളർ കൊടുക്കാം. ക്രെയിൻ ഉണ്ട്, പീക്കോക്ക്, സ്പാരോ, ഡക്ക്, പാരറ്റ്, റൂസ്റ്റർ, വൈറ്റ് ബേർഡ്, ടൂക്കാൻ, അങ്ങനെ പല ബേർഡ്സുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് പലതും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പം എവിടെയെങ്കിലൊക്കെ ആനിമൽ
കളക്ഷനിലൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബേഡ്സിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിലുള്ള ബേഡ്സ് ഉണ്ട് കുറേ, നമ്മുടെ നാടുകളിലുള്ള നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സിലുള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വീട്ടിലില്ലാത്തതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല അതിൻ്റെ വേണ്ട കളറൊക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 10 ആണ്. അതൊരു ഗെയിമാണ്. എഗ്സ് ടു ചിക്സ്. ഹിയർ ഈസ് എ ഗെയിം ഫോർ യു. യൂസ് എ ഡയസ് ആൻഡ് പ്ലേ ദ ഗെയിം അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് യുവർ ടീച്ചേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർ തരുന്ന ഇൻസ്ട്രക്ഷൻ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഗെയിം കളിക്കാവുന്നതാണ്. ഡയസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അത് കളിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം 17 എന്ന നമ്പർ കോളം 17. അപ്പം ഇതിൻ്റെ ഓരോ കോളത്തിനും അതിൻ്റെതായ ഗെയിം റൂൾസ് പ്രകാരമാണ് കളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് പല ഇൻസ്ട്രക്ഷൻസ് ടീച്ചർ പറയും. ഓക്കെ, നിങ്ങളുടെ ടീച്ചറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഗെയിം കളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 11 ആണ്. Dimple and Tingle waited eagerly for the egg to hatch out. They checked it every day. Their mother noticed their daily visit to the hen house. കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഡിംപിളും ടിങ്കിളും കൂടി അവർ ഡെയിലി അവർ ഹെൻ ഹൗസിൽ അത് എഗ്ഗ് ഹാച്ച് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അവർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അത് അമ്മ ശ്രദ്ധിച്ചു. അപ്പോൾ എന്ത് പറഞ്ഞു, അവർ നമ്മുടെ കോൺവെർസേഷനാണ്. അപ്പം അടുത്തൊരു ഡിസ്കോഴ്സാണ് നമുക്ക് ചെയ്യേണ്ടത്, കോൺവെർസേഷനാണ്. മദർ, വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? ടിങ്കിൾ എന്ന് പറഞ്ഞു, വി ആർ വെയിറ്റിംഗ് ഫോർ ആൻ എഗ് ടു ഹാച്ച് ഔട്ട്. വി ചെക്ക് ഇറ്റ് എവറി ഡേ. മദർ, ആർ യു ഈഗർ ടു സീ ദ ചിക്ക്? ഡിംപിൾ, യെസ് വി ആർ വെരി എക്സൈറ്റഡ്. ഓക്കെ, നമുക്കത് നിങ്ങളുടെ ചെറിയൊരു ഷോർട്ടായിട്ട് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആ ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 12 ആണ്. നമുക്ക് നോക്കാം. ബേബി ഓഫ് എ ബേർഡ് ഈസ് ചിക്ക്. നൗ ലെറ്റ്സ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. ദ ബേർഡ് ഈസ് ഫീഡിങ് ഇറ്റ്സ് ചിക്ക്. എന്താണ് അത്? ചിക്കൻ. അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? താഴെ കൊടുത്തിരിക്കുന്ന 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷികളുടെ കുഞ്ഞിനെ പറയുന്ന പേരാണ് എന്താണ്? ചിക്ക്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ആക്ടിവിറ്റി? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ആളാരാ കാണുന്നത്? നമ്മുടെ ക്യാറ്റിനെയാണല്ലേ. ഓക്കെ, ക്യാറ്റിൻ്റെ കുട്ടീനെ എന്താ പറയണ്ടേ? ക്യാറ്റിൻ്റെ എങ്ങനെ എന്താ പറയേണ്ടത്? ക്യാറ്റിനെ എങ്ങനെ പറയണം? മീറ്റ്സ്. കൗവിൻ്റെ യങ് വൺസിൻ്റെ പേരെന്താണ്? കാഫ്. കാഫ് എന്നാണ് കൗവിൻ്റെ യങ് വൺസിൻ്റെ പേര്. നെക്സ്റ്റ്, എ ഡോഗ് ഈസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്സ്. അതിൻ്റെ യങ് വണ്ണിൻ്റെ പേരെന്താണ്? പപ്പി. പപ്പി എന്നാണ് ഡോഗിൻ്റെ യങ് വണ്ണിൻ്റെ പേര്. അപ്പോൾ ഓരോ ആനിമൽസിനും അവരുടെ യങ് വണ്ണിന് അതിൻ്റെതായ പേരുകളുണ്ടാവും, വ്യത്യാസവും ഡിഫറൻസസ് ഉണ്ടാവും. അത് നിങ്ങൾ കുറച്ച് ആനിമൽസിൻ്റെ ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. അപ്പോൾ നമ്മുടെ ബേർഡിൻ്റെ പഠിച്ചു, അതുപോലെ തന്നെ ക്യാറ്റ്, കൗവ്, ഡോഗ്, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 13 ആണ്. ഓക്കെ, ഗോൾഡി swam in the river. The hen and chicks could not swim. Do you know why? I can swim. അപ്പോൾ എന്താ ഒരു കോൺവെർസേഷൻ ആണ് തമ്മിലുള്ളത്? ഐ കാൺ സ്വിം ബട്ട് ഐ കാൺ വാക്ക്. അപ്പോൾ എന്ത് പറഞ്ഞു? നെക്സ്റ്റ് ഒരു പീജിയൻ ആണ്. ഒരു പീജിയൻ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഫ്ലൈ ഹൈ. അപ്പോൾ നമ്മുടെ ഫിഷ് എന്താ പറയുക? ഐ കാൺ ഫ്ലൈ ബട്ട് ഐ ക്യാൻ സ്വിം. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ ഗോൾഡി പറഞ്ഞു ഐ ക്യാൻ സ്വിം. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ എന്താ പറഞ്ഞാൽ, വേറൊരു കോഴിയുടെ ഹെന്നിൻ്റെ ചിക്കൻ എന്താ പറഞ്ഞേ? ഐ കാൺ സ്വിം ബട്ട് ഐ കാൻ വാക്ക്. നടക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് കഴിയുന്നൊരു ഇത് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവർ തമ്മിലൊരു കോൺവെർസേഷനാണ്. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെയുള്ള കോൺവെർസേഷനിൽ നമുക്ക് ഏതൊക്കെ ചാൻസ് ആയിരിക്കും വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക അല്ലേ. ഐ കാൺ ഫ്ലൈ ഹൈ. അപ്പം തൊട്ട് താഴെ ഫിഷ് എന്താ പറയുക? ഐ കാൺ ഫ്ലൈ ബട്ട് ഐ കാൺ സ്വിം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 14 ആണ്. ഇത് ഈ നേരത്തെ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ച പോലെ തന്നെ ഡിഫറൻസസ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഫൈൻഡ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ 2 പിക്ചേഴ്സ്. അപ്പോൾ 2 പിക്ചർ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വണ്ണിൽ ദ വാട്ടർ ഈസ് ക്ലിയർ അല്ലെ, വാട്ടർ ക്ലിയർ ആണ്. സെക്കൻഡ്, വാട്ടർ ഈസ് നോട്ട് ക്ലിയർ. എ ക്രെയിൻ ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ റിവർ. അവിടെ ഒരു ക്രെയിൻ നിൽപ്പുണ്ട് അല്ലേ. രണ്ടാമത്തെ പിക്ചറിലോ ദർ ഈസ് നോ ക്രെയിൻ ഇൻ ദ റിവർ. നെക്സ്റ്റ് തേർഡ് എന്താണ്? ദർ ആർ ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. അപ്പോൾ എന്താണ്? കുറേ പക്ഷികൾ പറക്കുന്നുണ്ട് അല്ലേ. പിക്ചർ 2 നോ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ പിക്ചർ 2. ഫസ്റ്റ് പിക്ചറിൽ ഞാൻ ലാൻഡ് ഈസ് ഗ്രീൻ. അപ്പോൾ സെക്കൻഡ് പിക്ചറിലോ ദ ലാൻഡ് ഈസ് നോട്ട് ഗ്രീൻ. ഫസ്റ്റ് പിക്ചർ ദർ ആർ ഫിഷ് വിസിബിൾ ഇൻ ദ വാട്ടർ. സെക്കൻഡ് പിക്ചറിലോ
there is no fish in the water. അപ്പോൾ അതാണ് ഡിഫറൻസസ് ആണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ശ്രദ്ധിക്കുക, ഒബ്സർവ് ചെയ്യുക, അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ് നിങ്ങൾ ഇതിനെ വാച്ച് ചെയ്ത് അത് നിങ്ങൾ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 15 ആണ്. 15-ൽ ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടോൾഡ് ദ whole story to grandpa, arrange the following events of the story in order. അപ്പോൾ ഈ ഓർഡറിൽ നമ്മളൊരു 4 ഈവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, കാണാം അല്ലേ? അപ്പോൾ 4 ഈവൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർഡറിൽ നിങ്ങൾ അത് അറേഞ്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ, ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ഗോട്ട് a golden egg. They put the egg in the hen's house. The egg hatched out and a beautiful chick came out. They named ചിക്ക് ഗോൾഡി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഇൻസിഡൻറ്റ് കറക്റ്റായ അതിൻ്റെ ഓർഡറിങ്ങിൽ വരുന്ന കാര്യമാണ്. അപ്പം നമ്മൾ സ്റ്റോറി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഈ ഈവൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റോറിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം, എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ഈവൻസിനനുസരിച്ച് സ്റ്റോറിയുടെ ഓർഡർ അനുസരിച്ചാണ് അറേഞ്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണിത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 16. The villagers cleaned the river. They fixed a notice board near the river. Write a suitable sentence on it. അപ്പോൾ നിങ്ങളോടൊരു ആക്ടിവിറ്റി 16 എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വില്ലേജസ് നമ്മുടെ റിവർ ക്ലീൻ ചെയ്തു. അതേ ഫിക്സ്ഡ് എ നോട്ടീസ് ബോർഡ് നിയർ ദ റിവർ. ഒരു നോട്ടീസ് ബോർഡ് റിവറിൻ്റെ അടുത്ത് വെച്ചു. റൈറ്റ് എ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഓൺ ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സെൻറ്റൻസ് കൊടുക്കുക. അപ്പോൾ ഒരു റിവറിനടുത്ത് ആരും വൃത്തികേടാക്കാതിരിക്കാനും അതുപോലെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഐഡിയയിൽ മനസ്സിലാക്കുന്ന രീതിയിലൊരു നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയയിൽ നിങ്ങൾക്കൊരു ചെയ്യുക. അപ്പോൾ ഞാനവിടെ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. കീപ് ദ റിവർ ക്ലീൻ, ഇറ്റ് ഈസ് അവർ ട്രഷർ. അത് ഈ പടവുമായി ബന്ധപ്പെട്ട ഒരു ഇതാണല്ലേ. അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു സ്ലോഗനാണ് അല്ലെങ്കിൽ ഒരു നോട്ടീസാണ്, ഒരു നോട്ടീസിൻ്റെ സെൻറ്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള രീതിയിൽ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി 17 ആണ്. ഈ ആക്ടിവിറ്റി ഇതുപോലെ തന്നെ ദ ഫെസ്റ്റിവൽ സീസൺ കെയിം. ദ വില്ലേജസ് പ്രിപ്പയർഡ് എ പോസ്റ്റർ ടു വെൽക്കം പീപ്പിൾ, ഹെൽപ്പ് ദം മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. അപ്പോൾ ഈ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെൽക്കം ടു അവർ വില്ലേജ് ഫെസ്റ്റിവൽ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ ഒരു പോസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ നിങ്ങളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കുറച്ചും കൂടെ കോൺട്രിബ്യൂഷനൊക്കെ ചേർത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എന്ത് ചെയ്യാം, പോസ്റ്റർ മനോഹരമാക്കാം. ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്, വെൽക്കം ടു അവർ വില്ലേജ് ഫെസ്റ്റിവൽ, come and enjoy the color, music and fun, traditional song and dances, tasty Kerala food, light, joy and celebration for everyone. Join us and part of the happiness. നിങ്ങൾക്ക് വേണം ചിത്രങ്ങളൊക്കെ വരയ്ക്കാം, ചിത്രങ്ങൾ വരയ്ക്കാം, കുറച്ചും കൂടെ പോയിന്റുകൾ എഴുതാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു ഐഡിയയിലൊരു പോസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായിട്ട് ഇതുപോലെ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് ആക്ടിവിറ്റി 18 ആണ്. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഹൂ സെഡ് ദീസ് ദെയർ റൈറ്റ് ദർ നെയിംസ് ഇൻ ദ ബോക്സസ്. ഇത് വായിച്ചിട്ട് ഇതിൻ്റെ ആരാണ് ഈ പറയുന്ന സെൻറ്റൻസസ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കണ്ടുപിടിച്ചിട്ട് പറയണം. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വി വിൽ കോൾ യു ഗോൾഡി. ഹൂ സെഡ് ദാറ്റ്? ഡിംപിൾ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദീസ് എഗ് ടു. ആരാണ് പറഞ്ഞത്? ഡിംപിൾ തന്നെയാണ്. ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ. ട്വിങ്കിൾ ആണ് പറഞ്ഞത്. ക്ലക്ക് ക്ലക്ക് ആരാ പറഞ്ഞത് സൗണ്ട്? ഹെന്നാണ്. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. അതാരുടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രാൻഡ്പയാണ്. ദിസ് ഈസ് മൈ ചൈൽഡ്ഹുഡ്. ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. ആരാ പറഞ്ഞിരിക്കുന്നത്? ഗ്രാൻഡ്പയാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. ആരാ പറഞ്ഞിരിക്കുന്നത്? ട്വിങ്കിളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഹൂ സെഡ് ദാറ്റ് ആണ്. ആര് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ്. അതായത് ഹൂ സെഡ് ദീസ്, ഈ കാര്യങ്ങൾ ഈ സെൻറ്റൻസ് ഒക്കെ ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 19 ആണ്. ക്രോസ് വേൾഡ് പസിലാണ്. അപ്പോൾ ഡൗൺ ക്രോസ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആ ആൻസർ അവിടെ എഴുതണം അല്ലേ. ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി. എന്തായിരിക്കും ആൻസർ വരിക? റിവർ ആണ്. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിം ദ ചിക്ക് ഡാഷ്. എന്താണ് മറ്റേ ചിക്കിന് പേരിട്ടത്? ഗോൾഡി. അത് ഡൗൺ താഴോട്ട് വരുന്ന രീതിയിലാണ് എഴുതേണ്ടത് അല്ലേ. 1 ഡൗൺ, 1 മുതൽ എഴുതണം. ഓക്കെ, 1 തൊട്ട് താഴോട്ട് എഴുതണം. അതിന് വി എന്നുള്ളത് ഒരെണ്ണം ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് ഏറെ ഹിൻ്റാണ്. ഒരു വാക്കിന് നമുക്കൊരു വാക്ക് കിട്ടിയാലും ആ വാക്കിന് എത്ര എണ്ണം ഉണ്ടെന്നും 3-5 വാക്കുകൾ ചേരുന്നതാണ് ആദ്യത്തെ ആൻസർ. അപ്പോൾ നമുക്ക് ആദ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 3-4 തവണ കുറച്ച് നേരം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പല നെയിംസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാവും. ഓക്കെ,
അക്രോസ് വൺ ഡേ ഡാഷ് വിസിറ്റ് ദ ചിൽഡ്രൻ. ആരായിരിക്കും? ഗ്രാൻഡ് പേ ആണ്. അപ്പം ടു എടുക്കുക, ടു അക്രോസ് ആണ്, നേരെയാണ് എഴുതേണ്ടത്. അപ്പം എന്താ വേണ്ടത്? ജി ഓൾറെഡി അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പം ജി ഓൾറെഡി ഉണ്ട്. അപ്പം ജിയിൽ തുടങ്ങുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ലാസ്റ്റ് പിയും എയും ഉണ്ട്. ഓക്കെ. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. 3 ആണ്. 3 അക്രോസിൽ ഓൾറെഡി വി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. വി അല്ല, വില്ലേജ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ദ വില്ലേജസ് ഡെക്കറേറ്റ് ദ ഹൗസസ് ഫോർ ദ ഡാഷ് ഓഫ് ബേർഡ്സ്. എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് ആണ്. അപ്പോൾ എഫും ഇയും ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 20 ആണ്. ഓക്കെ. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. എ birdie flies so high up in the sky, sitting on a tree, it sings so free. When the summer ends, it flies back with friends. Will you come again when the summer sun glows? Okay. We will play beneath the trees, enjoy every breeze. With laughter in the air, a friendship beyond compare. അപ്പോൾ ഒരു ചെറിയൊരു സോങ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി 21 ആണ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ് ഫോർ ഈച്ച് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. അത് താഴെ 4 സെൻറ്റൻസ് ഉണ്ട്. ലുക്ക്, ഇറ്റ്സ് എ പിപ്പ്. He will eat all the fish. Don't worry dear, I am afraid of water. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കൊണ്ട് നമ്മുടെ പിപ്പ്, നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സ് നമ്മൾ പഠിച്ച പിപ്പിനെ കാണാം അല്ലേ? പിപ്പ് എന്താ എടുക്കുന്നത്? പിപ്പിങ്ങനെ വളരെ പേടിച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പം എന്തായിരിക്കും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ് എന്താണ്? ഐ ആം അഫ്രൈഡ് ഓഫ് വാട്ടർ. അപ്പോൾ സെക്കൻഡ്, ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പിപ്പിനെ കാണാം അല്ലേ? ഡോണ്ട് വറി ഡിയർ. നെക്സ്റ്റ്, മനുഷ്യൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പം പിപ്പ് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഹി വിൽ ഈറ്റ് ഓൾ ദ ഫിഷ്. ഓക്കെ. ലാസ്റ്റ് സ്റ്റോറിയുടെ എൻഡിൽ നമ്മളത് പഠിച്ചായിരുന്നു. എന്താ പഠിച്ചത്? ലുക്ക്, ഇറ്റ്സ് അവർ പിപ്പ്. അവരുടെ ഫ്രണ്ട്സ് പറയുന്ന ഡയലോഗാണല്ലേ? അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങൾ നമ്മുടെ റീഡ് ആൻഡ് റീജോയ്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ നറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണം. കാര്യങ്ങളെല്ലാവരും ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. നിങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ കണ്ടുപിടിച്ച് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ. താങ്ക് യു.